അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോൾ വർഷം 2 കഴിഞ്ഞു, 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു, അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു, പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു, ഇടയ്ക്ക് കോടതി പോലീസിൻ്റെ ചെവി പിടിക്കേണ്ടി വന്നു. ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കപ്പെട്ട് തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ രാവിലെ 7 മണി മുതൽ അവിടെ ക്യൂ നിന്ന് ഈ കള്ളത്തെ തെരഞ്ഞെടുപ്പിലൂടെ വലിയ വോട്ടിന് പരാജയപ്പെടുത്തിയ വടകരയിലെ രാഷ്ട്രീയ പ്രബുദ്ധത, ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത, അതിൽ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ പോലും ഞങ്ങൾക്കന്ന് രേഖപ്പെടുത്തിയ വോട്ടുകൾ. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊരു അവാസ്തവമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയ വടകരയിലെ ജനത. അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടി അതിശക്തമായി തുടർന്ന വടകരയിലെ ജനത. അതിൻ്റെ ശേഷവും നിങ്ങൾക്കറിയാം ചരിത്രമുണ്ടായത് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത. അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. ശ്രീ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം വളരെ കൃത്യമായി കേസിനെ ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ്. നിയമ പോരാട്ടം ഇതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നിശിതമായി വിമർശിക്കപ്പെടുമ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായും ഈ നാടിനോട് ചെയ്യേണ്ട ഒരു നീതിയാണെന്നുള്ള തിരിച്ചറിവിൽ ആ നിയമ പോരാട്ടത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആളാണ് ശ്രീ പാറക്കൽ അബ്ദുള്ള. ആ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരും തകർന്നു പോകുമായിരുന്നൊരു നിമിഷത്തിൽ തൻ്റെ സത്യസന്ധത കൈമുതലാക്കിയ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കാണിച്ച അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങളിത് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവർ CPM ഒരാളെ കൊന്നാലോ, CPM എവിടെയെങ്കിലും ബോംബ് ഉണ്ടാക്കിയാലോ, ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് ആൾ മരിച്ചാലോ, ബോംബ് എറിഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടാലോ, ബോംബ് ആക്രമണം നടത്തിയാലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ, കമൻ്റ് ഇട്ടാലോ ഒന്നും അവരുടെ പാർട്ടിക്ക് പങ്കില്ല, നേതൃത്വത്തിൻ്റെ അറിവോടെ അല്ല, അവർക്കാർക്കും പങ്കില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം, UDFൻ്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എവിടുന്നേലും ഒരു കമൻ്റ് ഇട്ടാൽ അതിന് സോണിയാഗാന്ധി വരെ മറുപടി പറയണം. ഇതായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ്.